കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് വിശ്വസനീയമായ ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല എന്ന് പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് വ്യക്തമാക്കി. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI 3-ാം ദിവസവും ചോദ്യം ചെയ്യുന്നു. പ്രതി സഞ്ജയ് റോയുടെ മാനസിക നില പരിശോധിക്കാനുള്ള നീക്കവും CBI ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട്. തുടർച്ചയായ 3-ാം ദിവസമാണ് ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും 13 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് സന്ദീപ് ഘോഷിനെ വിട്ടയച്ചത്. പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഗുരുതര കൃത്യവിലോപം ഉണ്ടായതായി CBIക്ക് മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. പുറമേ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണോ ഇത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് CBIക്ക് ഇനി അറിയാനുള്ളത്. അതിനിടെ സന്ദീപ് ഘോഷിനെ അക്കാഡമിക് പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കി പശ്ചിമബംഗാൾ ഓർത്തോപീഡിക് അസോസിയേഷൻ നോട്ടീസ് അയച്ചു. കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അനുമതി തേടി CBI ഉടൻ കോടതിയെ സമീപിക്കും. പരിശോധനകൾക്കായി ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൊൽക്കത്തയിലെത്തി. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാണികളിൽ നിന്നും പ്രതിഷേധമുണ്ടാകുമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് നിശ്ചയിച്ച ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു. ആശുപത്രി ആക്രമണ കേസിൽ ഇതുവരെ അറസ്റ്റിലായ 32 പേരിൽ 14 പേരും TMC പ്രവർത്തകരാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണവുമായി ബന്ധപ്പെട്ട് 76 പേരുടെ ചിത്രങ്ങൾ കൂടി പോലീസ് പുറത്തുവിട്ടു. അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ പറഞ്ഞു. It is a proven track record of West Bengal police and West Bengal CM that they are always with the goons and not with the public. It was a planned attack on the hospital. There were some construction also they started because they wanted to remove the evidences. തൃണമൂൽ ഗുണ്ടകൾ പോലീസിന്റെ സഹായത്തോടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് CPIM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആരോപിച്ചു. Trinamool government is protecting the rapists, protecting the molesters. The junior doctors are protesting. And Trinamool goons with the help of the Kolkata police is trying to vandalize that. ബംഗാളിന്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുതിർന്ന CPIM നേതാവ് ബിമൻ ബോസ് ആവശ്യപ്പെട്ടു. ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളെന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. എന്നാൽ വീഴ്ചകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടി മമതയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. ടീം 24 കൊൽക്കത്ത.